മെഗാ തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP ഭരണസമിതി താഴെ ഇറക്കാൻ LDFും UDFും കൈകോർക്കുമെന്നും കൈകോർത്തിക്കില്ല എന്നും അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. ഒടുവിൽ വരുന്ന വിവരങ്ങളനുസരിച്ച് LDF UDFുമായി സഹകരണത്തിൽ പോകില്ല എന്ന് CPM ജില്ലാ സെക്രട്ടറി ജോയ് തന്നെ പരസ്യമായി വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇതിനെതിരെ ഒരു എന്താ പറയുക, ഒരു ഭാഗികമായ ഒരു സഹകരണം ഉണ്ടാവുമെന്ന് മുൻ മേയറും അല്ലെങ്കിൽ മുൻ മന്ത്രിയുമായിരുന്ന ശിവൻകുട്ടി പറഞ്ഞെങ്കിലും അതിനെയെല്ലാം തള്ളിയാണ് ജോയിയുടെ പ്രസ്താവന. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഒരു പൊതുശത്രുവായി കാണുന്ന ഒരു പാർട്ടിക്കെതിരെ ഇവർ തമ്മിൽ കൈകോർത്താൽ എന്താണ് പ്രശ്നം? ഈ BJP എന്ന് പറയുന്ന പാർട്ടിയും BJPയുടെ ആശയങ്ങളെയും ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് CPM ആണ്, ഇടതുപക്ഷമാണ്. ഇപ്പോൾ UDFും കോൺഗ്രസും ഒക്കെ വിമർശിക്കുന്നത് തന്നെയാണ്. എന്നിരുന്നാൽ തന്നെയും ഇപ്പോൾ കലാലയങ്ങളുടെ കാര്യം എടുത്തോട്ടെ, അല്ലെങ്കിൽ ഗവർണറുമായിട്ടുള്ള SFIയുടെ പോരെടുത്ത് നോക്കിയാൽ പോലും എല്ലാ കാലത്തും കാവ്യവൽക്കരണം തടയും. ഇപ്പോൾ അവർ BJP നേതാവിനെ കണ്ടു, ഇവർ അവിടെ പോയി, അങ്ങനെ BJPയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും എല്ലാ കാലത്തും വിമർശിക്കുകയും അതൊരു പ്രശ്നമായി കണക്കാക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് ഇടതുപക്ഷത്തുള്ളത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഒരു വിരോധാഭാസം നമുക്ക് തോന്നുന്നത്. എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു നീക്കത്തിലേക്ക് CPM പോകുന്നു എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷന്റെ കാര്യം അറിയാം. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഭരിക്കാനിടയായ കാരണം എന്താണ്? ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി BJP കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ സ്വന്തമായിരുന്നു. അവിടെ നിന്നൊരു മാറ്റം ഉണ്ടാകുമെന്ന് CPM ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. പക്ഷേ എന്തുകൊണ്ടുണ്ടായി എന്ന് പറഞ്ഞാൽ അവിടെ മുൻ മേയറായിരുന്ന ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ്. പല കേസുകൾ, പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്, ഇപ്പോൾ ഡ്രൈവർ യദുവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം, കുളം നവീകരണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, ശുചീകരണ പ്രവർത്തനങ്ങൾ, അങ്ങനെ പല വിഷയങ്ങളിൽ ഈ പറഞ്ഞ വിവാദമായതിനു ശേഷമാണ് ആര്യ രാജേന്ദ്രൻ എന്ന വ്യക്തിയുടെ തലയിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം കെട്ടിവെച്ചുകൊണ്ട്, പഴി കെട്ടിവെച്ചുകൊണ്ട് തോൽവി ഏറ്റെടുക്കുന്നത്. അപ്പോൾ BJP അധികാരത്തിൽ വരുന്നു. ഓൺ ദ ഫസ്റ്റ് പ്ലേസ് LDFിനെ സംബന്ധിച്ച് ഇതൊരു അഭിമാന പ്രശ്നമാകേണ്ടതാണ്. എങ്ങനെയും ഇത് BJPയിലേക്ക് പോകരുത് എന്ന് LDF ചിന്തിക്കണ്ടേ എന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും അവിശ്വാസ പ്രമേയത്തിന് ഞങ്ങൾ കൂട്ടുനിൽക്കില്ല എന്ന് പറയുകയാണ്. ഇതിനു മുൻപ് സംസാരിക്കുകയാണെങ്കിൽ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ സമയത്ത്, വോട്ടെണ്ണുന്ന സമയത്ത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ലീഡ് ചെയ്യുന്നു എന്ന് തോട്ട് വരുന്ന സമയത്ത് പലർക്കും അത് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ മറ്റ് ജില്ലകളുടെ കാര്യം മാറ്റി നിർത്തിയാൽ തിരുവനന്തപുരം ജില്ലയിലെ പോലും BJPയുടെ ആശയങ്ങളോട് യോജിക്കാൻ പറ്റാത്ത വ്യക്തികൾ, അവരുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡോട് യോജിക്കാൻ പറ്റാത്ത പൊതുജനം സ്വാഭാവികമായിട്ടും BJP അധികാരത്തിൽ വരികയാണോ എന്ന് തോന്നുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇപ്പോഴും അത് അംഗീകരിക്കാൻ കഴിയാത്ത ആൾക്കാരാണ് ആ ഒരു കോർപ്പറേഷൻ, അതിന്റെ ആ ഒരു ഭാഗത്തുള്ളവർ. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അത് കഴിഞ്ഞ് ഭരണസമിതി രൂപീകരിക്കുന്ന ഒരു സമയമായപ്പോൾ LDFും UDFും കൈകോർത്തുകൊണ്ട് ശബരിനാഥൻ മേയർ ആവുകയും ഒരു ഭരണസമിതി രൂപീകരിക്കുകയും ചെയ്യും എന്നൊരു സമയമുണ്ടായപ്പോൾ ഉണ്ടായ എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. ഇപ്പൊ ഞാൻ തിരുവനന്തപുരം സ്വദേശിയാണ്. എൻ്റെ ജീവിതത്തിന്റെ നല്ലൊരു കാലം ഞാൻ ചിലവഴിച്ചിട്ടുള്ളതും തിരുവനന്തപുരത്ത് തന്നെയാണ്. അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ BJPയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഇതൊരു തുടക്കമാണോ എന്നൊരു ആശങ്ക ഉണ്ടാകുന്നു. ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ സംഭവിച്ചതുപോലെ ഒരു ചെറിയ രീതിയിലുള്ളൊരു ടൈനി സ്റ്റെപ്സ് ആണെങ്കിൽ പോലും അതൊരു വലിയ വളർച്ചയാണോ എന്ന് ആശങ്ക തോന്നുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ LDF UDF യോജിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ടാകും. അതിനൊരു സാധ്യത ഇപ്പോൾ തുറന്നു കിട്ടുമ്പോൾ എന്തുകൊണ്ട് CPM ഇതിനെ തള്ളിക്കളയുന്നു? അവർ പറയുന്ന ന്യായീകരണങ്ങൾ എന്ന് പറയുന്നത് വിചിത്രമാണ്. ഇപ്പോൾ സുഗതന്റെ വിഷയം മുതൽ തുടങ്ങുന്നുണ്ട്. സുഗതനാണല്ലോ ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത്. സുഗതനെ UDF തള്ളിപ്പറയുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഏത് UDF നേതാവാണ്, ഏത് കോൺഗ്രസ് നേതാവാണ് സുഗതനെ തള്ളിപ്പറഞ്ഞിട്ടില്ലാത്തത്? സുഗതനോട് വരാൻ പാടില്ല എന്നും ആ പോസ്റ്റിൽ ഇരിക്കാൻ പാടില്ല എന്നും പറയാത്ത നേതാക്കളുണ്ടോ? സംശയമാണ്. സ്വാഭാവികമായിട്ടും ആകെ പിന്തുണച്ചതെന്ന് പറയാൻ BJP കൗൺസിലർമാരും മേയറായ VV രാജേഷ് മാത്രമേ സുഗതനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അതും എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ചെയ്തികളോടുള്ള സപ്പോർട്ടൊന്നും അല്ല. ഭരണസമിതി കൊണ്ടുപോകണമല്ലോ, ഒരാൾ പോയ ഒരു ഞാണിമ്മക്കളി ആയിരുന്നു. അത് പൊട്ടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും മേയർ കസേരയിൽ ഇരുന്ന് അങ്ങ് ഒരു കൊതി തീർന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഡെപ്യൂട്ടി മേയർ ആയിരുന്നു ഒരു തീർന്നിട്ടുണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരവരുടെ പാർട്ടിയെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കും. അത് എനിക്ക് തോന്നുന്നു ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും അങ്ങനെ തന്നെ ചിന്തിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
അപ്പോൾ ഇതിൽ നിന്ന് പുറത്തേക്കൊരു വരവ് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പൊതുജനമായിക്കോട്ടെ, UDF-കാരായിക്കോട്ടെ, LDF-കാരായിക്കോട്ടെ. ഇപ്പൊ ജോയി പറയുന്നത് നയപരമായി ഇപ്പോൾ പറ്റില്ല, പിന്നീട് ചിലപ്പോൾ പറ്റുമായിരിക്കാം, പക്ഷെ ഇത്തരത്തിലൊരു അവസരം എന്നാണ് ഉണ്ടാവുക എന്നുള്ളൊരു മറു ചോദ്യമുണ്ട്. അപ്പോ കാവ്യവൽക്കരണം തടയാമെങ്കിൽ, ഗവർണറെ റോഡിൽ തടഞ്ഞു നിർത്തി മുദ്രാവാക്യം വിളിച്ച് അദ്ദേഹത്തിനെതിരെ ആക്രോശിച്ചുകൊണ്ട് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് ഇത് സാധിക്കുന്നില്ല എന്ന ചോദ്യത്തിന് കൂടി നിങ്ങൾ ഉത്തരം പറയേണ്ടിയിരിക്കുന്നു. അത് മാത്രമല്ല, ഇപ്പോൾ ഒരു പക്ഷേ ഏറ്റവും സുവർണാവസരമായിരുന്നു ഈ ഒരു ഭരണസമിതി രൂപീകരിക്കുന്നതിന് ഇടയ്ക്കുള്ള ഒരു ആശങ്ക. അതായത് 2 വിമതരും കൂടാതെ LDF-ന് 29, UDF-ന് 20, കൂടാതെ BJP-ക്ക് ഒറ്റയ്ക്ക് 50 എന്നുള്ളൊരു നിലയിലായിരുന്നു. ഒരു പക്ഷേ UDF LDF ഒരു സഖ്യമുണ്ടാക്കി വിമതരെ കൂടി ഇവരുടെ ഒരു അലയൻസിൽ ചേർത്തിരുന്നെങ്കിൽ ഈ ഒരു LDF UDF സഖ്യത്തിലാകുമായിരുന്നു തിരുവനന്തപുരം നഗരസഭ. ഇത്രയേറെ ഒരു അധപതനത്തിലേക്ക് കൂപ്പുകുത്തുമായിരുന്നില്ല രാഷ്ട്രീയപരമായി നമ്മുടെ ഈ തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ. അങ്ങനെ ആദ്യത്തെ സുവർണാവസരത്തിലേക്കുള്ള ആ ഒരു വഴി അവിടെ അടഞ്ഞു 6 മാസം മുമ്പ്. ഇപ്പോൾ സുഗതനിലൂടെ രണ്ടാമതൊരു അവസരം കിട്ടിയിരിക്കുകയാണ് 2 പാർട്ടികൾക്കും. ഇപ്പോൾ UDF-ന്റെ സന്നദ്ധത അവർ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് LDF തയ്യാറാണെങ്കിൽ ഒരു അവിശ്വാസ പ്രമേയവുമായി മുന്നോട്ട് പോകാൻ അവർ കൂട്ടു നിൽക്കുകയാണെങ്കിൽ, ഇതിലൊരു പിന്തുണ നൽകുകയാണെങ്കിൽ അവരുമായിട്ട് സഖ്യത്തിന് തയ്യാറാണ്. പക്ഷേ ഒരു കാരണവശാലും അമ്പിനും വില്ലിനും അടുക്കുന്നില്ല എന്ന രീതിയിലാണ് LDF-ഉം കൂടെ CPM ജില്ലാ സെക്രട്ടറിയായ ജോയിയും. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കും, അതായത് വർഗീയത അല്ലെങ്കിൽ ഈ ഒരു കാവ്യവൽക്കരണത്തിനെതിരെ മാത്രമല്ല UDF-നെതിരെയും ഒരു വ്യക്തമല്ലാത്ത ഒരു നിലപാട് ഈ LDF-നുണ്ട് എന്നുള്ളതിന്. അതെ, ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷന്റെ കാര്യം പറയുകയാണെങ്കിൽ, കൃത്യമായി നഗരസഭാ കാര്യങ്ങൾ പോയിരുന്നുവെങ്കിൽ ആർക്കും ഇത്തരത്തിലുള്ളൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവില്ലായിരുന്നു. അതെ, ഒരു കണക്കിന് BJP-യിലേക്ക് എത്തിച്ചു കൊടുത്തത് ഈ LDF തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. അതെ, ഇപ്പോൾ BJP കൃത്യമായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോയിരുന്നു, ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു, അല്ലെങ്കിൽ വേസ്റ്റ് മാനേജ്മെന്റ് കൃത്യമായി നടത്തി, കുടിവെള്ള പ്രശ്നം കൃത്യമായിട്ട് ഡീൽ ചെയ്തു. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സംഭവിച്ചിരുന്നുവെങ്കിൽ ചിലപ്പോൾ BJP തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോട്ടെ എന്നൊരു നയത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുമായിരുന്നു. തുടക്കത്തിൽ അങ്ങനെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. ഇപ്പോൾ VV രാജേഷുമായിട്ടുള്ള അഭിമുഖത്തിൽ അദ്ദേഹത്തിന്റെ വീക്ഷണം എന്ന് പറയുന്നത് നല്ലതായിരുന്നു, അദ്ദേഹത്തിന്റെ പഠനം എന്ന് പറയുന്നത് നല്ലതായിരുന്നു, അദ്ദേഹത്തിന്റെ അനാലിസിസ് നല്ലതായിരുന്നു. അപ്പോൾ എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്, മികച്ചത് വരാൻ സാധ്യതയുണ്ട് എന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ 6 മാസം കഴിയുന്നു. അപ്പോൾ ആ മാറ്റത്തിനുള്ള സമയം കഴിഞ്ഞു, ആ മാറ്റത്തിന്റെ തുടക്കത്തിനുള്ള സമയം കഴിഞ്ഞു. ഒരു വിമർശനത്തിനായിട്ടുള്ള ഒരു സമയം, ഒരു അനാലിസിസിനുള്ള ഒരു സമയം പിന്നിട്ടു. അതെ, കൃത്യമായിട്ട് അതിനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞ 6 മാസങ്ങൾ അനലൈസ് ചെയ്ത് എന്തുകൊണ്ട് ഇത് ചെയ്തില്ല, എന്തുകൊണ്ട് ഇത് ചെയ്തു എന്നുള്ളൊരു ചോദ്യം ഉന്നയിക്കേണ്ട ഒരു ടൈം കഴിഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടാത്തത് കൊണ്ട് തന്നെ വിമർശനങ്ങൾക്ക് അവർ വിധേയരാവുകയാണ്. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ പറഞ്ഞ കോൺഗ്രസ്സുകാർ ഉന്നയിക്കുന്നത് പോലെ പറയുകയാണെങ്കിൽ BJP അവിടെ നല്ലൊരു ഭരണസമിതി രൂപീകരിക്കാൻ കഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ കഴിയാത്തൊരവസ്ഥയാണ്. അപ്പോൾ നിങ്ങളെ കൊണ്ട് അതാവില്ലെങ്കിൽ ഞങ്ങളത് ചെയ്യാമെന്ന് സ്വാഭാവികമായിട്ടും UDF പറയുന്നു. അതിനൊപ്പം നിൽക്കേണ്ട ബാധ്യത എന്നല്ല, ഒരു ധാർമ്മിക ബോധം LDF-ന് ഉണ്ടാകേണ്ട സമയമിരിക്കുന്നു. അല്ലാത്ത പക്ഷം BJP ഇത് കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. ആദ്യമേ പ്രഖ്യാപിച്ചതുപോലെ കുടിവെള്ള പ്രശ്നം, മാലിന്യ പ്രശ്നം എല്ലാം കൃത്യമായി നടത്തണം. ഇപ്പോൾ ആദ്യ മാസത്തിലായിരുന്നു ആറ്റുകാൽ പൊങ്കാല ഉണ്ടായത്. അന്ന് ശുചീകരണ പ്രവർത്തനങ്ങൾ അവതാളത്തിലായിരുന്നു. അന്ന് അത് ചെയ്തിട്ടില്ല, ഇത് ചെയ്തിട്ടില്ല എന്ന വിമർശനങ്ങൾ ഉയർന്നപ്പോൾ നമ്മൾ പോലും പറഞ്ഞ കാര്യമാണ്, അധികാരത്തിൽ വന്നതല്ലേ ഉള്ളൂ, 1 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ സ്വാഭാവികമായി എടുക്കേണ്ട ഒരു സമയം അവർക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നു. അതൊരു മിനിമം മര്യാദയാണ്, ഒരു ബേസിക് മര്യാദയാണെന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ വിമർശനങ്ങൾക്ക് വിധേയരാകും. അവിശ്വാസ പ്രമേയം മുന്നോട്ട് വെച്ച് LDF-ഉം UDF-ഉം കൈകോർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പുറത്തു പോകേണ്ട സാഹചര്യം ഉണ്ടാകും.